ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ മൗണ്ട് ബഫലോയുടെ മുകളിൽ കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് കിടന്ന സ്ഥലമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഇത് എവിടെയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് കൗൺസിലിൻ്റെ ഒരു ചെറിയൊരു ടൈപ്പ് അക്കോമഡേഷനാണ്. ഒരു 4 റൂം, അതെല്ലാ റൂമിലും ബങ്ക് ബെഡാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ടവലും എല്ലാം പ്രൊവൈഡ് ചെയ്യും. ഒരു റൂമിന് $140 ഉള്ളൂ. അത് എക്സ്പെഷ്യലി ഹോളിഡേ ടൈമിൽ അതൊരു ചീപ്പായിട്ടുള്ള ഒരു റേറ്റാണ്. ഇതാണ് ഇതിൻ്റെ പേര് കേട്ടോ, ആൽഫൈൻ ഫിറ്റ്നസ് സെൻറ്റർ സ്പോർട്സ് ക്യാമ്പ്. അങ്ങനെ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി കിട്ടും. വലിയ ലക്ഷറി ഒന്നുമല്ല, പക്ഷേ അത്യാവശ്യം ക്ലീനാണ്. നമുക്ക് ഒരു നൈറ്റൊക്കെ താങ്ങാനായിട്ട് പറ്റിയ ഒരു ഇതാണ്. ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. അതുപോലെയുള്ള ഇതാണ്, നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വെതറാണ്. മൗണ്ട് ഹോത്താമിൻ്റെ അടുത്ത് വരെ പോവും. അങ്ങനെ അത് മൗണ്ട് ഹോത്താമാണത്. മൗണ്ട് ഹോത്താമിൻ്റെ ഏകദേശം അടുത്ത്, അതായത് ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്തു നിന്നാണ് നമ്മൾ റൈറ്റിലേക്ക് തിരിയുന്നത്. അല്ലേ? അല്ല. അതെ, അല്ല. നമുക്ക് ഇപ്പൊ കാണാം. ഞാൻ അതിലെ പോയിട്ടുള്ള, നമുക്ക് നോക്കാവേ. ഏക്കും പൂക്കും ഏതാന്ന് അറിയാൻ വരെ എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. ഞാൻ അന്ന് ഞാൻ പോയപ്പോ ഈ റോഡ് ഇങ്ങനെ അല്ലായിരുന്നു. നമുക്ക് നോക്കാം ഗൈസ്. ഒരു രക്ഷയില്ല, 2 അണ്ണന്മാർ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. തള്ളി മറിച്ച് എന്ത് തള്ളി മറിച്ച്. നമ്മൾ പോകുന്ന മൗണ്ട് ഹോത്താമിന്റെ പൊക്കത്തിലേക്കാണോ? അല്ല. പിന്നെ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ പോകുന്നത് തൊട്ടിപ്പുറത്തെ വഴി കൂടാ. തൊട്ടിപ്പുറത്തെ വഴി എന്ന് പറഞ്ഞാൽ മൗണ്ടിന്റെ പേര് പറ. മൗണ്ട് ഹോത്തത്തിനോട് നമ്മള് ഫെദർ ടോപ്പ് എന്ന് പറയുന്നത്. അത് ഇന്നലെ അവിടെ നിന്ന് കണ്ടപ്പോഴത്തേക്ക് അത് മനസ്സിലായി. ഫെദർ ടോപ്പ് എവിടെയാണ്, മൗണ്ട് ഹോത്താം എവിടെയാണ്? നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലാണ് മൗണ്ട് ഹോത്താം. നമുക്ക് ഇപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണണം. ഇന്നലെ ഏതാണെന്നറിയാം, മറ്റേ കള്ളന്റെ ലുക്കൗട്ട് നിന്നപ്പോഴത്തേക്ക് അവിടെ മാപ്പ വരച്ച് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഫെദർ ടോപ്പ്. അണ്ണൻ അറിയത്ത് പോലും ഇല്ലായിരുന്നു എൻ്റെ പൊന്ന് ജെറിബായി. പിന്നെ നിങ്ങളങ്ങ് 10ാം ക്ലാസ്സിൽ പഠിച്ച സംഭവമല്ലേ ഫെദർ ടോപ്പ് മൗണ്ടൻ. അവിടെ കണ്ടു. അത്രയും ബുദ്ധിയുണ്ട്. പക്ഷെ അവിടെ ഇല്ല, മൗണ്ട് ഹോത്താമിലേക്കാണോ ഫെദർ ടോപ്പിലേക്കാണോ എന്നുള്ളത് ഗൈസ് ഇന്ന് നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ. ഒരു രക്ഷയില്ല ഗൈസ്. അപ്പം നമ്മൾ നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങാൻ പോവുകയാണ്. ഈ വല്ല ക്യാൻസറോ അല്ലെന്നുണ്ടെങ്കിൽ വല്ല ലിവർ സിറോസിസോ ഒക്കെ ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. അപ്പം ഇതുപോലെയുള്ള യാത്രകൾ ചെയ്യുക, ലോകം കാണുക ഗൈസ്. അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പ് കാപ്പി കുടിക്കാനായിട്ട് ഈ ജംഗ്ഷനിലേക്ക് വന്നതാണ്. ഇതാണ് ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജംഗ്ഷൻ കേട്ടോ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ എക്സ്പെഷ്യലി ഈ ഓട്ടം ടൈമിൽ ഇവിടെ വന്നു കഴിയുന്ന ഈ നിൽക്കുന്ന മരങ്ങൾ കംപ്ലീറ്റ് കളറ് മാറി അടിപൊളി വ്യൂ ആണ്. കാരണം ആ ഒരു സമയത്തെ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ സൈക്ലിസ്റ്റുകളുടെ ഒരു പറുദീസയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൗണ്ടൻ ബൈക്കിങ്, അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ്ങിന് ഇവിടെ ആളുകൾ വരുന്നുണ്ട്. നിരവധിയായിട്ടുള്ള സൈക്കിൾ ഇവൻറ്റ്സ് ഇവിടെ നടക്കാറുണ്ട്. ഇവിടുന്ന് മൗണ്ട് ബ്യൂട്ടിയിലേക്ക്, അതുപോലെ തന്നെ ഫോൾസ് ക്രീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ഇപ്പോൾ വിൻ്റർ ടൈമിൽ വരുവാണെങ്കിൽ ഈ മൗണ്ട് ഹോത്താം, അതുപോലെ തന്നെ ഫോൾസ് ക്രീക്ക്, ഇവിടെയെല്ലാം ഈ സ്കീയിങ്ങിന് വേണ്ടിയിട്ട് ജനങ്ങൾ വരുന്നതാണ്. ആ സമയത്തൊക്കെ ഈ ബ്രൈറ്റിലാണ് ആളുകൾ വന്ന് താമസിക്കുന്നത്. അപ്പം ഓട്ടം ടൈമിൽ ഈ നിൽക്കുന്ന മരങ്ങളെല്ലാം തന്നെ കളറ് മാറി നല്ല ഭംഗിയാണ്. അന്നേരം ഇതിൽ ഇങ്ങനെ പോകുവാനായിട്ട് നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി, ബ്രൈറ്റ് എന്നും പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പം നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ബ്രൈറ്റ് എന്ന് പറഞ്ഞ ഈ മനോഹരമായിട്ടുള്ള സ്ഥലം.
ഗൈസ് അപ്പം അങ്ങ് ദൂരെ കാണുന്ന ആ മലയാണ് മൗണ്ട് ഹോത്താം. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 കിലോമീറ്റർ അല്ല, മൗണ്ട് ഹോത്താമിൽ എത്തുന്നതിന് ഒരു 10 കിലോമീറ്ററിന് മുമ്പ് നമ്മൾ റൈറ്റിലേക്ക് തിരിയും. ഗൈസ് അങ്ങനെ നമ്മളിത് മല കയറാൻ തുടങ്ങി. അയ്യോ, ഒരു രക്ഷയില്ലാത്ത വ്യൂവും അടിപൊളി വൈബുമാണ് കേട്ടോ. കംപ്ലീറ്റ് വൈൻഡി റോഡ്സ് ആണ്. അപ്പോൾ ഇതിലെ ബൈക്കിൽ പോകാനായിട്ട് അടിപൊളിയാണ്. നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ എത്ര പ്രാവശ്യം വന്നു കഴിഞ്ഞെന്നാലും ഈ ഒരു കാഴ്ചയും ഇവിടുത്തെ ഈ ഒരു എന്നാ പറയുന്ന ഒരു അന്തരീക്ഷവും നല്ല ഭംഗിയാണ്. പക്ഷേ വിൻ്ററിൽ നമുക്ക് ബൈക്ക് വരാൻ സാധിക്കത്തില്ല. കാരണം ഇവിടെയൊക്കെ മഞ്ഞ് പെയ്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇനിയിപ്പോൾ മൊത്തം ഗ്രാവൽ റോഡാണ്. ഇവിടുന്ന് നേരെ പോയാലാണ് മൗണ്ട് ഹോത്തം. മൗണ്ട് ഹോത്തം 10 കിലോമീറ്റർ ഉണ്ട്. ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു ഗേറ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ വിൻ്ററിൽ ഈ വഴി ക്ലോസ് ആയിരിക്കും. ഇതിൽ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂ റാഗിലേക്കൊക്കെ കഴിഞ്ഞ ആഴ്ച കണ്ട വീഡിയോക്കകത്ത് നമ്മൾ 4 വീൽ ഡ്രൈവ് പോയ ബ്ലൂ റാഗിലേക്ക് വരുന്ന ആ വഴി തന്നെയാണ്. ഡാർഗോയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ വഴി തന്നെയാണ്. അപ്പം ഇവിടുന്നൊരു കുറച്ച് ടാറിങ് ഉണ്ട്. ആ താഴെ മുതൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്രാവൽ റോഡ് പിന്നെ തുടങ്ങുകയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ഈ റൈഡിൻ്റെ ഒരു അഡ്വഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ചേട്ടൻ വന്നോ? ആ ചേട്ടാ വിട്ടോ. ഓക്കെ, ഇഷ്ടംപോലെ മറ്റേ വണ്ടികൾ കാണും കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 ഈ ഓഫ് റോഡിൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, മറ്റേ 4 വീൽ ഡ്രൈവ്. അപ്പോൾ അവരെല്ലാം കയറ്റി വിട്ടു. കാരണം അവർക്ക് നല്ല സ്പീഡിൽ പോകാമല്ലോ. നമുക്ക് ബൈക്ക് അത്ര സ്പീഡിൽ അങ്ങനെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ ട്രാക്ഷൻ നമ്മൾ ഓഫ് ചെയ്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്.
കേസപ്പം ഞാൻ രാവിലെ പറഞ്ഞ മൗണ്ട് ഹോത്താൻ ഈ കാണുന്ന കേട്ടോ. അപ്പോൾ അതിന് പാരലായിട്ടുള്ള ഒരു റോഡിൽ കൂടിയാണ് നമ്മൾ ഡാർഗോ പോകുന്നത്. കംപ്ലീറ്റ് ഗ്രാവൽ റോഡാണ്. നമ്മുടെ ഇപ്പോൾ സാധാരണ ബൈക്ക് ആയതുകൊണ്ട് അധികം സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവന്മാരുടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഈ ഡേർട്ട് ബൈക്കാണ്. ഇവർക്ക് നല്ല സ്പീഡിൽ പോകാൻ പറ്റും. അതാണ് അതിൻ്റെ ടയറും അതിന് വേണ്ടിയിട്ട് തന്നെ നല്ല സ്പീഡിൽ പോകാനായിട്ട് ബിൽഡ് ചെയ്തേക്കുന്ന ബൈക്കാണ്. നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടയർ തന്നെ റോഡ് ടയറാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു റേഷ്യോ ഉണ്ട്, 50-50, 60-40 അങ്ങനെ. ഇപ്പം ഞങ്ങളുടേതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 60-40 ആണ്. അതായത് 60% റോഡിൽ കൂടെ പോകാനുള്ള പാകത്തിനുള്ള ടയറും 40% ഇതുപോലെയുള്ള ഡേർട്ട് റോഡിൽ പോകാനുള്ളതും. അപ്പോൾ അവരുടേതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 80-20 ഒക്കെ ആയിരിക്കും. അത് 80 തന്നെ ഈ റോഡിൽ കൂടെ പോകാനുള്ള പാകത്തിനുള്ള ടയറുകളാണ് അങ്ങനത്തെ ബൈക്കുകൾക്ക്. ഇപ്പം നമ്മുടെ ബൈക്കുകൾക്ക് അതില്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് സ്പീഡിൽ നമുക്ക് പോകാനായിട്ട് പാടാണ്. ആദ്യമായിട്ടാണ് ഇതിലെ ബൈക്ക് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരിക്കുന്നതിന് മുമ്പ് ഈ കാഴ്ചകളൊക്കെ വന്ന് കാണുക. എപ്പോഴാണ് തട്ടിപ്പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സത്യമായിട്ട് പറയുവാണെങ്കിൽ. അപ്പോൾ ആ ബൈക്കുകാരെല്ലാവരും ബ്ലൂ റാഗ് കയറാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. അതായത് നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോയ്ക്ക് മുമ്പ് നമ്മൾ ഓഫ് റോഡ് പോകാനായിട്ട് വന്ന ബ്ലൂ റാഗ് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങോട്ടുള്ള ആ എൻട്രൻസ് ആണ്. അത് ഞാൻ അന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫേമസ് ആയിട്ടുള്ള ബ്ലൂ റാഗ് റേഞ്ച് ട്രാക്കിലേക്ക് കയറി പോകുന്നത്. അതെ, അവരെല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാം റെഡിയായി നിൽക്കുകയാണ്. എല്ലാം ഡേർട്ട് ബൈക്കാണ്. അപ്പം അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടയറും ബൈക്കും എല്ലാം ഇതുപോലെയുള്ള ഡേർട്ട് ട്രാക്ക് പോകാൻ പാകത്തിനുള്ള ബൈക്കുകളാണ്. നമ്മുടെ എന്നൊക്കെ പറഞ്ഞാൽ ടൂറിങ് ബൈക്കുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ അത് കൂടുതലും റോഡിൽ കൂടെ പോകാനായിട്ട് ഇങ്ങനത്തെ ഓഫ് റോഡ്. അത് പക്ഷേ നമ്മൾ ടയർ മാറ്റി ഇടണം. ഇപ്പോൾ റോഡ് ടയറുണ്ട്, അതുപോലെ തന്നെ ഇതുപോലെ ഓഫ് റോഡ് പോകാനുള്ള ടയറുണ്ട്. അത് ആ ടയർ മാറ്റിയിടുന്നതിനനുസരിച്ച് വേണം നമ്മൾ. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ 2 ടൈപ്പ്, 2 റോഡിലും ഗ്രാവൽ റോഡിലും യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ടയറുകളാണ്. കേസ് അങ്ങനെ നമ്മളിത് പകുതി വഴി നിർത്തിയിരിക്കുക. ജെറിബായ് ഒരു ഡ്രോൺ ഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. പക്ഷെ ഓരോ പ്രാവശ്യം നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മുടെ ട്രാക്ഷൻ ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ ഓർക്കണം. അതാണ് ഇതിനകത്ത് മെയിൻ ഒരു ഗെയിമർ. കാരണം അതിനകത്ത് വെച്ചാൽ ട്രാക്ഷൻ കടന്നു കഴിഞ്ഞതാണല്ലോ പാളിപ്പോവും, വണ്ടി പിടുത്തം വരും. ഇതുപോലെയുള്ള റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടിയുടെ വീല് ഫ്രീ ആയിരിക്കണം. അല്ല, 2 വീൽ ഡ്രൈവ് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇതുവഴി 4 വീൽ ഡ്രൈവ് മാത്രമല്ല 2 വീൽ ഡ്രൈവിനും വരാൻ പാകത്തിനുള്ള വഴിയാണ് കേട്ടോ.
ഗൈസ്, അങ്ങനെ ഏകദേശം ഒരു 50 കിലോമീറ്റർ ഗ്രാവൽ റോഡിൽ കൂടെ ഒയ്യോ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ഇത്രയും ഭയങ്കര ഒരു റിസ്ക് ആയിട്ടുള്ള, വെരി റിസ്കി ആയിരുന്നു. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ദൂരം ഇത്രയും കല്ലുകൾ നിറഞ്ഞ ഒരു ഗ്രാവൽ റോഡിൽ കൂടെ പോകുന്നത്. ഏതൊക്കെയാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതേണ്ട ടാർ റോഡിൽ വന്നു. സിബിച്ചേട്ടൻ അങ്ങനെ തകർത്തു വരികയാണ്. ചേട്ടാ, ഹോത്തത്തിൽ നിന്ന് സ്വയംബായി എത്ര കിലോമീറ്റർ ഉണ്ടെന്നായിരുന്നു പറഞ്ഞത്? 2 കിലോമീറ്റർ. എത്ര ഉണ്ടായിരുന്നു ആക്ച്വലി? 10-12 കിലോമീറ്റർ ഉണ്ടായിരുന്നു. നമ്മളെ തിരിഞ്ഞോടത്തുനിന്ന് ഗ്രാവൽ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുനിന്ന് എന്താ എവിടെ നിന്നാന്നേലും ഗ്രാവൽ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുനിന്ന് 2 കിലോമീറ്റർ എന്നാണ് ഞാൻ പറഞ്ഞത്. 10 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അത് സംഭവം ശരിയാന്ന്. അത് തന്നെയല്ലേ ഞങ്ങളും രാവിലോട്ട് പറയുന്നേ. അന്നേരം ഇങ്ങനെ പറഞ്ഞു അന്ന് നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു. എവിടെ? എപ്പോ? 50 കിലോമീറ്റർ. ഞാൻ ബ്രൈറ്റിൽ നിന്ന് ഇവിടെ വരെ 110 കിലോമീറ്റർ ഉണ്ടെന്നാ പറഞ്ഞു. 115. അതിൽ 10-60 കിലോമീറ്റർ ഇതില്ലായിരുന്നു, ഗ്രാവലില്ലായിരുന്നു. ഇല്ല, എത്ര ഉണ്ടായിരുന്നു? 50. എങ്കിൽ 50. ഒരു 10 ഞാൻ ഇങ്ങനെ അവിടെ കുറച്ച് ഞാനിവിടെ കൂട്ടി പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇനി അതിൽ അപ്പീലത് ശരിക്കും പറഞ്ഞാൽ 50 കിലോമീറ്റർ ആണ് ഗ്രാവൽ റോഡ്. 2 വീലർ ഡ്രൈവും പോവും. നിങ്ങളൊക്കെ വന്ന് ഇത് ചെയ്യണം. ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എവിടെയാണെന്നറിയാമോ? ലാർഗോ ഹോട്ടലിനകത്ത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴത്തേക്ക് നമ്മളിവിടെ ഒരു മലയാളി ഷെഫിനെ പറ്റി പറഞ്ഞായിരുന്നു. ആ പുള്ളി അവിടെ തോർത്തൊക്കെ ഇട്ട് നല്ല കുക്ക് ചെയ്തോണ്ട് ഒരു തോർത്തൊക്കെ ഇട്ട് വൈഷ്ണവ് പത്തനാപുരംകാരൻ. അപ്പോൾ പുള്ളി അകത്തുണ്ട്. നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പുള്ളി ഒന്ന് പോയി കാണാം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ പയ്യനുണ്ടാക്കിയ ഫുഡാണ് ഇത് കേട്ടോ. ഞങ്ങളൊരു ചിക്കൻ പാമ, അതുപോലെ തന്നെ ജെറിബായ് എന്നാ കഴിക്കുന്നത്? ചിക്കൻ ബർഗർ. ചേട്ടൻ ചിക്കൻ പാമ ഒന്നും ആ കിട്ടിയ പാടെ ഒന്നും നോക്കാതെ വെട്ടി അടിക്കുകയാണ്. ഗൈസ്, അങ്ങനെ വീണ്ടും നമ്മൾ വൈഷ്ണുവിനെ കണ്ടിരിക്കുകയാണ്. പത്തനാപുരംകാരൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. അപ്പം വിഷ്ണു, അപ്പൊ ഇനിയിപ്പോ അടുത്തൊരു പറയുന്നത് ഒരു ദിവസം കൂടുക. നമ്മള് ഇനിയിപ്പോ വരുമ്പോഴത്തേക്ക് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് വരാം. സെറ്റ് ആകാം. ഓക്കെ. ജെറുബായ്, അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ട്രിപ്പ്? അടിപൊളി അല്ലേ? നിങ്ങളുടെ സ്യൂട്ട് മുഴുവൻ എന്നാ പറയുന്ന പൊടിയാ. ഇന്ന് അങ്ങോട്ട് പോയിട്ട് മറ്റേ വണ്ടി വാഷ് ചെയ്യുന്നിടത്തേക്ക് ഇങ്ങനെയൊക്കെ നിന്ന് കൊടുത്താ മതി ചേട്ടാ. അതിങ്ങ് വരാറാകുമ്പോഴത്തേനും പൊടി നോക്കിയിട്ട് കാര്യമായിട്ടൊന്നും കണ്ടില്ല. അപ്പൊ ഇങ്ങ് എത്താറായപ്പോഴത്തേനും കുറച്ച് പൊടിയുള്ള എടുത്തിട്ട് വട്ടം കറക്കി ഡോനറ്റൊക്കെ ആക്കി നേരത്തെ മുഴുവൻ പൊടിയാക്കി ഉഷാറാക്കി. അതാണ് എന്തായാലും പറയാം. പറയുന്നത് നമ്മുടെ തരപ്പടിയെ കൊണ്ട് നമ്മൾ പോകാവുള്ളൂ. ഇതുപോലുള്ള ഉരുപ്പടിയെ കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുള്ള പണി ഇതുപോലെ. സത്യമായി ആരെങ്കിലും ഒക്കെ വിളിച്ചു പറയണ്ടേ? അതെ. വീഡിയോ കാണുന്നത് മാത്രം കണ്ടാൽ പോരല്ലോ, സത്യം എന്താണെന്ന് ആരെങ്കിലും ഒക്കെ അറിയണം. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒരു അഡ്വഞ്ചറസ് ട്രിപ്പായിരുന്നു. നല്ല രസമായിരുന്നു. തകർത്ത് തിമിർത്ത് ഞങ്ങളിത് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 2 മണിക്കൂറും കൂടി ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നല്ല നമസ്കാരം. താങ്ക് യു വെരി മച്ച്.